എന്തിനിട്ട് കിള്ളി പൊളിക്കണ ഇന്ന് വായിക്കി. ഇത് മന്മതേട്ടൻ വരുത്തണ പത്രമല്ലേ, വരുമ്പോ തന്നെ രാവിലെ വായിച്ചൂടെ? ഒന്നും പറയണ്ട എന്റെ മോനെ. 50 വയസ്സ് വരെ ഗ്യാസ് മുട്ടായി മേടിച്ചിട്ട് കുറെ എണ്ണം ഇവിടെ വന്നിരിക്കും ഈ പത്രം വായിക്കാൻ. അവരെല്ലാം വായിച്ചു കഴിയുമ്പോൾ വൈകുന്നേരമാവും. ചിലപ്പോൾ എനിക്ക് അടുത്ത ദിവസം കിട്ടാറുള്ളത് വായിക്കാൻ. എന്താ കൂട്ടാ? അത് വെക്കണം. പിന്നെ വെക്കണ്ടേ? A+ കിട്ടിയ മുഴുവൻ ആളുകളുടെയും ഫ്ലെക്സ് വെക്കണം. നീ അതാ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞു വെച്ചാൽ മതി. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവരുടെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിയും ഫോട്ടോയും നമ്മുടെ ഗ്രൂപ്പിലേക്ക് അയക്കാൻ പറഞ്ഞാൽ മതി. അതിരുന്നോട്ടെ കുഴപ്പമില്ല. നമ്മുടെ കുടുംബങ്ങളുടെ മക്കളുടെ ഇരുന്നോട്ടെ. ആരും ഒഴിവാക്കണ്ട കേട്ടാ. ശരി. നാണം ഉണ്ടാടാ പ്യാരി, നാണം. എന്തിനു കാണിക്കണം? ഫ്ലെക്സ് വെക്കാൻ നടക്കണം. അത് പിന്നെ മുഴുവൻ വിഷയങ്ങൾക്ക് A+ കിട്ടിയ പിള്ളേരെ ഫ്ലെക്സ് വെച്ച് അവർക്കൊരു പ്രോത്സാഹനമല്ലേ അത്? ഇപ്പൊ ആർക്കാ A+ ഇല്ലാത്ത? ആരാ ഇപ്പൊ 10ാം ക്ലാസ് പാസ്സാവാത്തെ? നിങ്ങളൊരു കാര്യം ചെയ്യും, തോറ്റ ആളുകളെ കണ്ടുപിടിച്ചിട്ട് അവരെ ഫ്ലെക്സ് വെക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. ആരും തോറ്റിട്ട് എല്ലാരും ജയിപ്പിച്ചു വിടുകയല്ലേ സർക്കാർ. ഈ SSLC പാസ്സാകുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കാലഘട്ടത്തില്. അന്ന് ഒരാൾ SSLC പാസ്സായി എന്ന് പറഞ്ഞാൽ ഒരു ലോട്ടറി ബമ്പർ അടിച്ച പ്രതീതിയാണ്. അത് മന്മേട്ടൻ പറഞ്ഞാൽ ശരിയാണ്. പണ്ട് പാസ്സായ റാങ്ക്, ഡിസ്റ്റിങ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു ഗമ തന്നെയാണ് അത്. എടാ നിനക്കറിയാമോ, നമ്മുടെയൊക്കെ സമയത്ത് സർക്കാർ എന്തോരം ഗൂഢാലോചന നടത്തിയെന്നറിയാമോ തോപ്പിക്കാനായിട്ട്? അല്ല, ഇപ്പൊ ഈ സർക്കാർ ഗൂഢാലോചന നടത്തിയോണ്ടാണ് മന്മതേട്ടൻ 10ാം ക്ലാസ് തോറ്റത്. എന്റെ പ്രശ്നം അതല്ലല്ലോ. പ്രാരാബ്ദം, എന്തൊരു കുടുംബത്തിലെ പ്രാരാബ്ദവും പ്രശ്നങ്ങളൊക്കെ എങ്ങനെ കിടക്കുമ്പോ. എന്ത് പ്രാരാബ്ദം? മന്മേട്ടന്റെ കുടുംബത്തിൽ പ്രാരാബ്ദം ഉണ്ടായില്ല. അച്ഛന് ജോലിയൊക്കെ ഉണ്ടായി, നല്ല സൗകര്യം, നല്ല അമ്മ. നിനക്ക് വല്ല അറിയാമോ? നീ എന്തറിഞ്ഞിട്ടാണ്? ഞാൻ പഠിക്കാനായിട്ട് പുസ്തകം എടുത്തു വെച്ചപ്പോ അമ്മ ഒന്ന് പുസ്തകം എല്ലാം കത്തിച്ചു കളഞ്ഞു. അത് പിന്നെ അമ്മനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരായാലും മക്കൾ 25 വയസ്സായിട്ട് SLC എഴുതി പാസ്സാകാൻ നടന്ന പുസ്തകം കത്തിക്കൂലേ? അമ്മയോണ്ട് ബുക്കേ കത്തിച്ചോളൂ. എന്റെ അമ്മയാണെങ്കിൽ നമ്മളെ തന്നെ കത്തിച്ചു പറഞ്ഞാൽ. അതൊന്നുമല്ല. നിനക്ക് എന്തെങ്കിലും അറിയാമോ? ചുമ്മാ ഇതും പറയല്ലേ. ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട് ഇപ്പോഴും. അതിനെന്താ, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോഴും സംവിധാനം ഉണ്ടല്ലോ, തുടർ വിദ്യാഭ്യാസ പദ്ധതി. ഇപ്പൊ SLC എഴുതി കൂടെ? എടാ, ടച്ചങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലോട്ട് കൈവച്ചിട്ട് കാര്യമില്ല. അമ്മ പുസ്തകം കത്തിച്ചോടുകൂടി മനസ്സും എടുത്തു. അതുപോലെ ഇപ്പൊ നമ്മുടെ സംഘടന വെക്കുന്ന ഫ്ലെക്സിൽ ഒരെണ്ണം മന്മേട്ടൻ സ്പോൺസർ ചെയ്യണം. അയ്യോ, ആ പരിപാടിക്ക് ഞാനില്ല. ഇത് എന്തുവാടേ? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എന്റെ പെങ്ങടെ മോൻ ഇപ്പൊ 6 A+ഉം 4 Aയും. ഇടയ്ക്ക് ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ ഞാനൊരു അപേക്ഷ പൂരിപ്പിക്കാനായിട്ട് ഒന്ന് പൂരിപ്പിക്കുന്ന പറഞ്ഞിട്ട് അവനെ എഴുതാൻ കൊടുത്തു. എന്റെ പേര് മന്മഥൻ. നമ്മ എഴുതി എന്താണെന്നറിയാമോ? മന്ദൻ. അത് അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മാവനെ ശരിക്കറിയാവുന്നോണ്ടായിരിക്കും എഴുതിയത്. അതൊന്നുമല്ല, ഇവനൊന്നും കണ്ടെഴുതിയതായിരിക്കും. ഇനി എങ്ങനെ കണ്ടെഴുതിയാലും അക്ഷരങ്ങൾ തിരിച്ചറിയണ്ടേ? പിന്നെ എന്ത് പഠിച്ചിട്ട് എന്ത് കാര്യം? അപ്പൊ ഇങ്ങനെയുള്ളവരുടെ ഫ്ലെക്സ് ആണ് നിങ്ങൾ വെക്കാൻ പോണത്. അതാ ഞാൻ പറഞ്ഞു തന്നെ. ഇല്ല, നമ്മ നാട്ടുകാർ മുഴുവൻ ചെയ്യുമ്പോ അവരുടെ ഒപ്പം നിൽക്കണ്ടേ? അങ്ങനെ ഇങ്ങനെയുള്ള ഈ കൂത്താട്ടത്തിന് നിൽക്കണമെങ്കിൽ എനിക്ക് യോജിപ്പില്ല. അത് ഞാൻ പറയാം. വരണം. മന്മതേട്ടാ, നല്ല ആളാ. ഒരു പാലെടുക്ക. പാലില്ല. പാലില്ലേ? ഇല്ല. ഇല്ലാന്ന് പറയുമ്പോ വിഷമല്ലേ? ഇതേ അവസ്ഥയാണ് ഞാനിപ്പോ തേങ്ങയ്ക്ക് നേരിട്ടോണ്ടിരിക്കണം. ആരും എന്ന് ചോദിച്ചാലും തേങ്ങ ഇല്ലാന്ന് പറഞ്ഞു ഞാൻ മടുത്ത്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വെട്ടുന്ന തേങ്ങ മുഴുവൻ എനിക്ക് തരാന്ന് പറഞ്ഞല്ലേ സത്യ? അതെ, ഈ മഴ കൊണ്ട് ആരും കിട്ടണില്ല. തെങ്ങിന്റെ മുകളിൽ കയറണ്ടേ, ആള് വരുന്നില്ല. മഴയ്ക്ക് മുമ്പേ നിങ്ങൾക്ക് തേങ്ങ വെട്ടായിരുന്നല്ലോ. എന്തൊക്കെയാ ഇയാളീ പറയണത്? അല്ലാണ്ട് സത്യേട്ടാ, മോള് നല്ല മാർക്കിൽ പാസ്സായി കേട്ടോ. SSLC +2 +2. എല്ലാത്തിനും A+ ഉണ്ടല്ലേ? കുട്ടനെ എന്നോട് വിളിച്ച് പറഞ്ഞു. അതെ, നമ്മളൊരു ഫ്ലെക്സ് വെക്കണുണ്ട്. അപ്പൊ മോളുടെ ഒരു ഫോട്ടോ തരണം. പിന്നെന്താ? അല്ല, ഇനി എന്താണ് ഹയർ കോഴ്സ്? ചെലവുണ്ട്. എന്ത് കുപ്പിയോ? നല്ലൊരു കുപ്പി വെള്ളം എടുത്താൽ കുടിക്കാം. സത്യേട്ടന്റെ അടുത്ത് കുപ്പി കിട്ടി ബാക്കിയായി. അല്ല സത്യേട്ടാ, എന്തിനാണ് ഇനി ഹയർ സ്റ്റഡീസിന് അയക്കാൻ ഉദ്ദേശിക്കണത്? എന്തിനാ അയക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയുടെ ആലോചനയിലാണ്. ഞങ്ങള് മറ്റേ ഈ ഇതുണ്ടല്ലോ, മെഡിസിന്റെ, അതിന്റെ എൻട്രൻസിന് വിട്ടാലൊന്നും. അത് നല്ലതാണ്. ഇപ്പൊ എല്ലാവരും ചൂസ് ചെയ്യുന്നുണ്ട്. അയ്യോ, ഭയങ്കര അഭിപ്രായം തന്നെ. എന്ത് വിഡിത്താണ് ഈ പറയണത് നിങ്ങളൊക്കെ? എന്ത് സത്യം, നിനക്ക് പ്രാന്തണ്ടാ ഡോക്ടർ പഠിക്കാൻ വിടാൻ? നല്ലതല്ലേ? ഒന്നാമത് ഇവിടെ ഡോക്ടർമാരെ മുട്ടിയിട്ട് നടക്കാൻ വയ്യ മനുഷ്യന്. അങ്ങോട്ട് തിരിഞ്ഞ ഡോക്ടർ, ഇങ്ങോട്ട് തിരിഞ്ഞ ഡോക്ടർ, അവിടെ തിരിഞ്ഞ ഡോക്ടർ. ഓരോ വർഷം കേരളത്തിൽ നിന്ന് തന്നെ 10,000 പിള്ളേർ പഠിച്ചിറങ്ങുന്നുണ്ട് ഡോക്ടറായിട്ട്. ഇത് പോരാഞ്ഞിട്ട് കർണാടക, ആന്ധ്ര അവിടെ പോയി പഠിച്ച് കുറെ ഡോക്ടർമാർ. ഇനി ഇതും പോരാത്തോണ്ട് നമ്മുടെ രാജ്യം വിട്ടിട്ട് ചൈന, റഷ്യ, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ അവിടെ പോയി പഠിക്കണ കുറെ ഡോക്ടർമാർ.
ഈ ഡോക്ടർമാരെല്ലാം കൂടി പഠിച്ചിറങ്ങി ഇങ്ങോട്ട് വരുമ്പോണ്ടല്ലോ വലിയൊരു വിപത്തിനെ നിങ്ങൾ നേരിടേണ്ടി വരും. എന്ത് വിപത്ത്? ഇവിടെ ചികിത്സിക്കാൻ രോഗികൾ ഉണ്ടാവൂല, എല്ലാരും ഡോക്ടറല്ലേ. അവസാനം വിളിച്ചു കിടക്കേണ്ടി വരും. പനിയുള്ള ആളുണ്ടോ, ചുമയുള്ള ആളുണ്ടോ, ജലദോഷം ഉണ്ടോ? അവരവസ്ഥ ഒരു ചിന്തിക്കണം. സത്യ, ഞാൻ തമാശ പറയണതല്ലത്. അതെ, ഇപ്പൊ ഈ ഡോക്ടറൊക്കെ ആകാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റണല്ല. അതിനുള്ള ബുദ്ധി വിവരമൊക്കെ വേണ്ടേ? വേണം. ആ എടാ പ്യാരി, നീ എന്ത് വിവരക്കേടാണ് ഇവൻ പറയണത്? ചുമ്മാ അങ്ങ് വള പറയുന്നു. ഞാനൊരു കാര്യം ചോദിക്കാം, ഈ MBBS ഇത് എത്ര വർഷം പഠിക്കണം? അതിപ്പോ 5 കൊല്ലം ഉണ്ടാവും. ഉണ്ടല്ലോ, അത് കഴിഞ്ഞടുത്ത MAക്ക് പോണ്ടേ? എന്ത് ഭ്രാന്തായി മന്മാരിന്ന് പറയണ? MBBS കഴിഞ്ഞാ പിന്നെ MA, ആ MD ആണോ ഉദ്ദേശിക്കണ? MD അത് പോണം. അത് പോയി വർഷം. പിന്നെ അത് കഴിഞ്ഞാൽ മറ്റേത് ട്രെയിനിങ്, പ്രാക്ടീസ്, അതിന് പോണം. അതും പോയി അങ്ങനെ കുറെ വർഷം. ഇതെല്ലാം കഴിഞ്ഞ് പഠിച്ച് നിങ്ങളുടെ മോള് ഡോക്ടറായിട്ട് ഇറങ്ങി കഴിയുമ്പോ നിങ്ങൾ ഡിം ഇത് കാണാൻ ഇവിടെ ഉണ്ടാവില്ല, അങ്ങാവും. ഇപ്പൊ ഡോക്ടർ ആയവർ കിടന്ന് വെള്ളം കുടിക്കുക. അതായി നമ്മുടെ ലോലം വക്കീലിന്റെ മോള്. അത് നല്ലതല്ലേ? ആ, അവര് മറ്റേ ഗവൺമെന്റ് ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റ് ആണ്. ഗൈനക്കോളജിസ്റ്റ്, പ്രസവം എടുക്കല. ആ കൊച്ചെന്ത് ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ സർക്കാർ ആശുപത്രിയിൽ ജോലി കിട്ടി. പക്ഷെ അതിന് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റണില്ല. അത് ചക്രശ്വാസം വലിച്ചോണ്ടിരിക്കുകയാണ്. അതെന്തിന്? അയ്യോ, അവിടെ പ്രസവം എടുക്കാൻ ഇച്ചിരി വൈകിപ്പോയ പ്രശ്നം, നേരത്തെ ആയിപ്പോയ പ്രശ്നം, നീ എന്തേലും കൈപ്പഴ പറ്റിപ്പോയോ അതിലേറെ പ്രശ്നം. കുറെ വിവരമില്ലാത്തവർ നടക്കല്ലേ പിച്ചാത്തിയും കൊണ്ട്. എന്തിനാണ് നിങ്ങളെ മോളെ വെറുതെ വല്ലോനും കുത്താനും കൊല്ലാനും വിട്ടുകൊടുക്കണ? സത്യാണ്. ആലോചിക്കുക സത്യ. ഞാൻ പറഞ്ഞത് ഭയങ്കര മണ്ടത്തരമാണ്. പിന്നെ ഇപ്പൊ എന്ത് കോഴ്സിന് ചേർക്കും നമ്മൾ പേര്? ഞാൻ ഒരു സംഭവം പറയാം. ഞാനൊരു കോഴ്സിന്റെ കാര്യം അങ്ങോട്ട് പറയാം. വേറെ വെളിയിൽ പോയി ആരടുത്ത് ഇതൊന്നും പറഞ്ഞു കൊടുക്കരുത്. ഇപ്പൊ പുതുതായിട്ട് തുടങ്ങണേ ഉള്ളൂ സംഭവം. നല്ല ജോലി സാധ്യതയുള്ളതാണ്. സംഗതി ഒരു മെക്കാനിക്കൽ പണിയാണ്. മെക്കാനിക്കലോ? പെൺകുട്ടികളോ? എന്ത് കുഴപ്പമോ? അങ്ങനത്തെ നിസ്സാര കാര്യമല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏതാണ്ട് എല്ലാ സ്ഥലത്തും ഇപ്പൊ റോബോട്ടുകളാണ് പരിപാടി നടത്തണം. ഈ റോബോട്ടിംഗ് സിസ്റ്റം ഉണ്ടല്ലോ ഹോസ്പിറ്റല്, അവിടെ ഇവിടെ എല്ലായിടത്തും ഇപ്പൊ യന്ത്ര മനുഷ്യന്മാരാണ്. ഇനിയിപ്പോ ഈ പോകുന്നതാണ്ട ഈ തൊഴിലുറപ്പുണ്ട, ഇനി എവരെ ജോലി പോലും റോബോട്ടായിരിക്കും ചെയ്യണത്. എല്ലായിടത്തും റോബോട്ടായിരിക്കും. നമ്മളെ ഈ ഓരോ ആൾക്കാരുടെ കയ്യിൽ ഓരോ മൊബൈൽ ഫോണില്ലേ, അതുപോലെ ഓരോ വീട്ടിലും ഓരോ റോബോട്ട് ഉണ്ടാവും. മുക്കിന് റോബോട്ടായിരിക്കും. അപ്പൊ എന്താണ് ഇതിന് കോഴ്സ് ഉള്ളത്? അതിന്റെ കോഴ്സ് ഈ റോബോട്ട് മെക്കാനിസം ചെയ്യുന്ന കോഴ്സ്. എന്ത് വിഡ്ഢിത്തരമാണ് ഈ മന്മേട്ടൻ പറയണ? ഈ റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ച ആരെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ പരിചയം ഉണ്ടാ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മൊബൈൽ ഫോൺ നമ്മളെ നാട്ടിലിറങ്ങി നമ്മളെ കയ്യിൽ കിട്ടണതിന് മുമ്പ് ഈ മൊബൈൽ ഫോൺ സർവീസ് ചെയ്യണ ഏതെങ്കിലും മെക്കാനിക്കിനെ നിങ്ങൾക്ക് അറിയായിരുന്നോ? ഇത് ഇറങ്ങിക്കഴിഞ്ഞ് ഇത് കംപ്ലൈന്റ് ഒക്കെ ആയി കഴിഞ്ഞപ്പോ തന്നെ ഇവിടെയുള്ള പിള്ളേർ ഇത് പഠിക്കാൻ ഇറങ്ങിയത്. അതിനുശേഷമല്ലേ ഇപ്പൊ ഒരുപാട് മെക്കാനിക്കുമാർ വന്നത്. അതുപോലെ നോക്കിക്കോ, റോബോട്ടുകൾ ഇവിടെ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ അടുക്കി വരുമ്പോ ഇവിടെ തന്നെ നന്നാക്കാൻ ആൾ വേണ്ടി വരും. അതാണ് ഈ കടയിൽ ഒരു സാധനം മേടിക്കാൻ ആള് വരാത്ത, റോബോട്ട് വരേണ്ടി വരും ഇനി. അതെ, സത്യേട്ടൻ പറഞ്ഞ ഞാൻ ആ വഴിയാണ് അവിടെ വിട്ടു. സത്യം എനിക്ക് വേറെ കാര്യം പറയട്ടെ. സത്യ, വേറൊരു കോഴ്സ് ഇവിടെ ഉണ്ട്. ഞാൻ അതും കൂടെ പറയാൻ വെച്ചിട്ട് അവൻ പോട്ടെ, അവന് പിള്ളേരില്ലാത്തോണ്ട് അവന് പ്രശ്നമല്ല. അതായത് നമ്മുടെ ശൂന്യാകാശത്ത് കയറ്റിവിടുന്ന പേടകങ്ങളുണ്ടല്ലോ, അത് നന്നാക്കാനും ആളെ കിട്ടാത്ത ഒരു സാഹചര്യമാണ്. അത് നല്ല സാധ്യതയുള്ള കോഴ്സ്. അത് പഠിപ്പിക്കും. പാലില്ലാന്ന് പറഞ്ഞില്ല. സത്യ, നീ ഒരു കാര്യം വൈകിട്ട് താണ്ട കൊണ്ടുവരണേ. അപ്പൊ നമുക്ക് വേറെ 1-2 കോഴ്സ് കൂടെ ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ നേരത്തെ പറഞ്ഞു. നല്ലൊരു കുപ്പി വെള്ളം എടുത്തിട്ട് ഒറ്റ കുടിക്കല്. മന്മഥനെ ആ സ്റ്റൂൾ എടുത്തിട്ട് അകത്തിട്ടിട്ട് അതിലൊരു റോബോട്ടിനെ എടുത്ത് നീ പോയി ഫ്ലെക്സ് പറഞ്ഞിട്ടുള്ളൂ. വിവരമുള്ള എന്തെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിലാക്കി ഈ നാട്ടുകാർ ഒരുത്തനും ഇല്ല. ചുമ്മാ അല്ല നാട് നന്നാവാത്ത. അപ്പൊ എന്നാ ശരി. അതെ സത്യേട്ടാ, ഈ പീഡിയത്തിനേലിരിക്കണ വിവരമില്ലാത്ത കോഴന്മാര് പറയണ കേട്ടിട്ട് മക്കളെ വല്ല കോഴ്സിനും കൊണ്ടുപോയി ചേർക്കല്ലേട്ടാ. ആരെങ്കിലും അറിവും വിവരമുള്ളവരോട് ചോദിച്ചിട്ട് ഫൈനൽ തീരുമാനം എടുത്താൽ മതി. അത്രേ ഉള്ളൂ. നാട്ടുകാരുടെ മക്കളുടെ കാര്യത്തിൽ എല്ലാവരും കരിയർ ഗൈഡൻസ് ഗുരുക്കന്മാരാണ്. അവനവന്റെ മക്കളുടെ കാര്യത്തിൽ ഒരാവലാതിയില്ല. അതെ. അപ്പൊ നോക്കിങ്ങളൊക്കെ ചെയ്താ മതി. സത്യ,
സത്യണ്ണ ആ കടയിൽ വന്നു. അപ്പൊ ഞാൻ ഇതിലേ പോണാണ്. അപ്പൊ വീട്ടിൽ വിട്ടുകൊടുക്കാന്ന് കരുതി. അതെയാ സത്യണ്ണന്റെ മോള് +2 എല്ലാത്തിനും A+ ഉണ്ടല്ലോ. അതെ A+ മേടിച്ച് അവളോട് അനുവദിക്കാനാ ഞാൻ വരുന്നത്. MBBS വിടാൻ പോണെന്നാ പറയണ. MBBS വിടാന്ന് വിചാരിച്ചാണ് ഇരുന്നത്. ഇപ്പൊ ഓരോന്നും ഇങ്ങനെ കേൾക്കുമ്പോ ആകെ ഒരു കൺഫ്യൂഷനിലാണ്. MBBS ഒന്നും വേണ്ട സത്യ. ആണോ? എന്തിന്? അപ്പൊ പിന്നെ ഏത്? ഞാനൊരു കാര്യം പറയട്ടാ. ഉള്ള ടൈപ്പ് റൈറ്റിംഗ്. ഏതിന്? ടൈപ്പ് റൈറ്റിംഗ്. ഇത് എന്ത് വെളിവുകേടാ രാഘവേട്ടൻ പറയണ? ടൈപ്പ് റൈറ്റിംഗ് പഠിപ്പിക്കാനാ? എന്തേ എന്റെ രാഘവേട്ട, ടൈപ്പ് റൈറ്റർ മിഷ്യൻ തന്നെ കണ്ടം ചെയ്തിട്ട് കാലം അത്രയായി. ഇനി അതൊന്ന് കണ്ടു കിട്ടണമെങ്കിൽ തന്നെ ഏതെങ്കിലും മ്യൂസിയത്തിൽ പോയാൽ കണ്ടാക്കണ്ട്. ഇനി അത് പഠിച്ചിട്ട് എന്താ കാര്യം? എന്നാ പിന്നെ ഇനി ഞാൻ പറയട്ടാ, തുന്നപ്പണിക്ക് അയച്ചേ. പൊണ്ണേക്ക് പറ്റിയതല്ലേ തുന്നപ്പണി പഠിക്കാൻ. അതേ സത്യേട്ടാ, ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഞാൻ പറഞ്ഞത് മറക്കണ്ടാന്ന്. ഇല്ല ഇല്ല ഓക്കേ എന്നാ. ഇല്ല പറഞ്ഞോ. അതിനൂടാ തുന്നപ്പണിക്കൊക്കെ വിടാപ്പ ഈ A+ ഒക്കെ വേണോ? അതെ ഓക്ക് ഫുൾ A+ അല്ലേ, അതുകൊണ്ട് വേഗം തയ്യൽ പഠിക്കാ. അല്ലേ ഇപ്പൊ നീ ഉദ്ദേശിക്കുന്ന പുറത്തേടെയും കോളേജ് ചേർക്കാനല്ലേ? അതെ. അങ്ങനെ പുറത്തേടെയും കോളേജ് ചേർത്താണ്ടല്ല, പെണ്ണ് ആരെയും കൂടെ ഒളിച്ചോടി പോവും. അല്ല, രാഘവേട്ടന്റെ പേരക്കുട്ടി ലണ്ടനിലല്ലേ ഈ MBA പഠിക്കണത്? പേരക്കുട്ടി ലണ്ടനിൽ തന്നെ. പക്ഷെ ഞാൻ അതല്ലല്ലോ പറഞ്ഞത്. അല്ല, സത്യന്റെ കുഞ്ഞിന്റെ കാര്യല്ലേ പറഞ്ഞത്. എന്റെ മോളുടെ കാര്യം. അതല്ലേ പറഞ്ഞേ. അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, അത് പറയേണ്ട കാര്യമില്ല. അപ്പൊ എന്റെ മോളെ തയ്യൽ പഠിപ്പിക്കണം. അല്ല, അത് നല്ലതാന്ന് ഞാൻ പറയുന്നു. അത് ഒരു നല്ല കാര്യല്ലേ, പഠിച്ചെടുക്കാൻ പറ്റും. എന്നാ ശരി. അല്ല പറയട്ടെ, പറഞ്ഞു തീർന്നിട്ടില്ല. എന്നാ എന്ത് തീരുമാനിച്ചെന്നിട്ട് തീരുമാനിക്കാം. ഏത് തീരുമാനിക്കാന്ന്? അപ്പൊ ഞാൻ പറഞ്ഞൊന്നും കണക്കിലെടുക്കുന്നില്ല. അതെ, എനിക്ക് തോട്ടത്തിൽ ലേശം പണിയുണ്ട്, പണിക്കാരുണ്ട്. അവിടെ ചെല്ല്. ഇക്കാലത്ത് ഒന്നും നല്ലതും പറഞ്ഞു കൊടുത്തൂടാ, ഒന്നും ദോഷവും പറഞ്ഞൂടാ, എല്ലാം കൊണ്ടിട്ട് എന്തൊരു നായിന്റെ മക്കള്. അയ്യയ്യേ.